മനസ്സിന് താങ്ങാൻ കഴിയാത്ത ഒരു സങ്കടം പഠിച്ചോ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും പഠിച്ചോ കാണിച്ചു തരും. കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോൾ കണ്ട ഒരു റീലിൽ എഴുതിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഇത്. റമദാൻ മാസം ആയതുകൊണ്ട് ഇങ്ങനെയുള്ള റീൽസാണ് എൻ്റെ ഫീഡിൽ കൂടുതലും വരുന്നത്. നമ്മളിപ്പോഴും പറയാറില്ലേ, നമുക്കൊരു വിഷമോ സങ്കടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകളോട് അത് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കുറവുണ്ടാകും, ഒരു ആശ്വാസം കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറയുന്നുള്ളത്. പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ലാത്ത വിഷമങ്ങളും നമുക്കുണ്ടാവാറുണ്ട്. അതായത് നമ്മൾ സ്വയം ഹീൽ ചെയ്യേണ്ട മുറിവുകളും നമുക്കുണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാരും അല്ലെങ്കിൽ ഒരു മജോറിറ്റി ഓഫ് ആൾക്കാരും ആ ഒരു സ്റ്റേജിലാണ്. അതായത് അവരുടെ മുറിവുകൾ സ്വയം ഹീൽ ചെയ്യുന്ന ആ ഒരു സ്റ്റേജിലായിരിക്കണം പഠിച്ചവനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നുണ്ടാവുക അല്ലേ. ഒരു പെണ്ണ് നമസ്കാരപായൽ കിടന്ന് കരഞ്ഞു മെഴുകുന്ന ഒരു വീഡിയോയും ഞാൻ ഈയിടെ കാണാനിടയാട്ടോ. ഞാനത് സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എനിക്കത് കണ്ടപ്പോൾ എന്നെ തന്നെയാണ് കേട്ടോ ഓർമ്മ വന്നത്. ഈ ഒരു വീഡിയോ കാണുന്ന ഒരു 95% ആൾക്കാരും ഒരു പ്രാവശ്യമെങ്കിലും അത് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് വെറുതെ കരയുന്നതല്ല, പൊട്ടി 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 കരയുന്നത്. ഇതൊക്കെ ഈ ഒരു സ്വയം ഹീൽ ചെയ്യുന്നതിനൊരു ഭാഗമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ സ്വയം മുറിവുണക്കുക എന്നൊക്കെ പറയുമ്പോഴേ കേൾക്കുന്നവർക്ക് ഭയങ്കര ഈസി ആയിട്ടൊക്കെ തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോഴാണ് അത് എത്രത്തോളം സമയമെടുക്കുന്ന, എത്രത്തോളം ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ എത്രത്തോളം പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നുള്ളത് മനസ്സിലാവുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, വൺസ് നമ്മൾ ഈ ഒരു സംഭവം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ലടോ. മറ്റുള്ളവരുടെ അവഗണന, മറ്റുള്ളവരുടെ നിശബ്ദത, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ, ഇതൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യേയില്ല. അതിനർത്ഥം നമ്മൾ വിജയിച്ചു എന്ന് തന്നെയല്ലേ. അതായത് പഠിച്ച നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പിന്നെ എന്താ പാട്? ഒരു പാടുമില്ല. ഈ വീഡിയോ കാണുന്നവരിൽ പലരും ഈ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, അതും അല്ലെങ്കിൽ ഓവർകം ചെയ്തവരുമായിരിക്കാം. ഏത് കൂട്ടത്തിലാണ് നിങ്ങൾ പെടുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്ത് തന്നെ ആയാലും ഇതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കാലിബർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കപ്പാസിറ്റി ഉണ്ട്. ആ കപ്പാസിറ്റി ഏറ്റവും നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ, ഏറ്റവും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മനസ്സിന് താങ്ങാൻ കഴിയാത്ത എന്തെങ്കിലും സങ്കടം പഠിച്ചോ തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം പഠിച്ചോ കാണിച്ചു തരും. അത് ഭയങ്കര ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. എനിവേ, വൈകിട്ടായപ്പോഴേക്കും നോമ്പ് തുറക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങി. നിധിക്കുട്ടിക്ക് ഇക്കക്കാടെ ഷർട്ട് തന്നെ വേണം. അപ്പം ഞാൻ അവൻ്റെ യൂണിഫോം ഷർട്ട് അലക്കിയിട്ടപ്പം അതെടുത്ത് ആദ്യം ഇട്ടു കേട്ടോ. അതാണെങ്കിലും വൈറ്റ് ഷർട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് ചെളി പിടിക്കും. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് ഈ ഒരു ഷർട്ട് എടുത്തിട്ട് കൊടുത്തതാണ്. ആരുടെ ഷർട്ടാ? അല്ല, ഇക്കക്കാടെ. ഇക്കക്കാടെ ഷർട്ട് എന്തിനാ കൊച്ചെടുത്തിട്ടേക്കുന്നേ? ആരുടെ ഷർട്ടാ? ആരുടെ ഷർട്ടാ? കൊച്ചിന്റെ അല്ല, നിന്റെ അല്ലാടി അത്. ഇക്കക്കാടെ ഷർട്ടാന്നേ, ഇക്കക്കാടെ ഷർട്ടാട്ടോ, ഇക്കക്കാടെ ഷർട്ടാണേ. അപ്പോൾ ചെറിയ രീതിയിൽ നോമ്പുതുറയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇന്ന് പുട്ടും മുട്ടക്കറിയാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാവേ. ബൈ.